യേശുവിൻ്റെ അടുക്കെ സഹായത്തിനായി അപേക്ഷിക്കാൻ വന്ന കാനാന്യ സ്ത്രീ, അവരുടെ പെരുമാറ്റം, അവരുടെ പ്രാർത്ഥന, അവരുടെ അപ്രോച്ച്, ഇതെല്ലാം വളരെ പ്രോത്സാഹജനകമാണ്. കാരണം ഇപ്പോൾ നമ്മൾ സഭായോഗത്തിന് വരുന്നു, നമുക്കൊരു ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നമ്മൾ അസ്വസ്ഥരാക്കുന്നു. പക്ഷേ നിരാശപ്പെടരുത്. നമ്മുടെ സഭായോഗങ്ങളുടെ ആ സ്ട്രക്ചർ നോക്കി, ആദ്യ ആരാധന, പിന്നെ സാക്ഷ്യങ്ങൾ, പ്രബോധനങ്ങൾ, പിന്നീട് അവസാനം വചനധ്യാനം, പിന്നെ ആശീർവാദം, പിന്നെ സഹോദരങ്ങളുമായിട്ടുള്ളൊരു കൂട്ടായ്മ. അപ്പോൾ നമ്മൾ ഈ സഹോദരിയെപ്പോലെ പിന്മാറാതെ അവിടെ താഴ്മയോടെ ഇരുന്നാൽ, ഇവിടെ ആ സഹോദരിയെ യേശു കർത്താവ് ലാസ്റ്റ് പറഞ്ഞിട്ടില്ലേ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാൻ. ഈ നായ്ക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും മോശമല്ലേ. കാരണം ഈ ചെയ്ത പാപങ്ങളിലേക്ക് അല്ലെങ്കിൽ വിട്ടു കളഞ്ഞ പാപങ്ങളിലേക്ക് വീണ്ടും തിരിയുന്നവനെയാണ് ഈ നായ്ക്കുട്ടി എന്നൊക്കെ വിളിക്കുന്നത്. വീണ്ടും അഴുക്ക് തിന്നാൻ പോകുന്ന ആ ഒരു അർത്ഥമാണ് നായ്ക്കുട്ടി. അപ്പോൾ ഏത് അധമനാണെന്ന് പറഞ്ഞാലും ദൈവസന്നിധിയിൽ വന്നാൽ, ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വന്നാൽ, വചനത്തിൻ്റെ മുമ്പേ വന്ന് ഓപ്പണായാൽ, ഹൃദയം തുറന്നാൽ മാനത്തോടെ പോകാം. കർത്താവ് മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് അവമാനിക്കത്തൊന്നുമില്ല. മാനിച്ചവിടുന്ന്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്നാണ് പറയുന്നത്. സ്വർഗസ്ഥനായ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്ന, കർത്താവേ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്നല്ലേ. കർത്താവ് നിന്റെ ഇഷ്ടം നടക്കട്ടെ. കാരണം നീ അതുപോലെ താണു, നീ നിന്നെ തന്നെ വെളിപ്പെടുത്തി, നിനക്ക് താഴ്മയുണ്ടായി, നീ വചനത്തിൻ്റെ വെളിപ്പാട് പ്രാപിച്ചു.